ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം രാജ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം. ഒത്തിരി തിരക്കുള്ള ദിവസമായിരിക്കും കേട്ടോ ഇന്ന് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറേ ജോലികളുണ്ടാവും. അതെല്ലാം ഇന്നത്തെ ദിവസം തന്നെ ചെയ്തു തീർക്കും എന്നുള്ളതാണ്. പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരിക്കും. മടി പിടിച്ച് മാറ്റി വെച്ച കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തു തീർക്കും എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നൊരു എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വർക്കുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. ഒരു കുറേ ആൾക്കാർക്കും ഇതൊരു സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർക്ക് ഉള്ളൊരു മെസ്സേജാണ്. നിങ്ങളെക്കാളേറെ മറ്റുള്ളവരെ സ്നേഹിച്ച് അവിടെ നിന്ന് അവഗണനയൊക്കെ കിട്ടിയ ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും നിങ്ങളെ ഒഴിവാക്കി ചെയ്തു കൊടുത്ത ആൾക്കാർ. നിങ്ങൾക്ക് ഇപ്പോൾ ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു റിവേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇനിയെങ്കിലും മാറ്റാൻ ശ്രമിക്കുക. ഇതിൽ നമുക്കൊരുപാട് വേദനയും പ്രശ്നങ്ങളും ഒക്കെയാണ് കിട്ടിയത്. ഇപ്പം നിങ്ങൾക്ക് നിരാശയാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവർ ചോദിക്കാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ സഫർ ചെയ്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് അത്രയും ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു കാര്യം തിരിച്ച് കിട്ടാത്തപ്പോൾ ഉള്ളൊരു നിരാശയും വിഷമവും ഒക്കെ ഉള്ള ആൾക്കാർ ഇനിയെങ്കിലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. എപ്പോഴും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഇമോഷൻസിനെ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കും, കമ്മിറ്റ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം ഈ ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാക്കും. ഈ ഒരു ആളിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ ഒരു വിഷമത്തിൻ്റെ എനർജിയിലിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം സ്വയം നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. നൈറ്റ് ഫാൻസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഒരു പ്രണയത്തിൻ്റെ ഓഫറൊക്കെ വന്നേക്കാം. അത് കൂടുതലൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നൊരു പ്രണയം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുക. ഇതിനകത്ത് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഫ്യൂച്ചറിൽ എന്താകും എന്നൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുറേ ആൾക്കാർക്കും നിങ്ങൾ ആരോഗ്യം നോക്കാതെ കുറേയധികം പണിയെടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആരോഗ്യം നോക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഇതിപ്പോൾ കൂടുതലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുള്ള എഫേർട്ട്, നിങ്ങൾ എടുക്കുന്നതിൻ്റെ എഫേർട്ട് ഒന്ന് തിരിച്ച് കിട്ടുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആൾറെഡി നമുക്കിവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളുടെ ഒരു കാർമിക് ആയിട്ടുള്ളൊരു സോൾമേറ്റ് ആയിരിക്കാം.
അപ്പോൾ നമ്മളെ ഒരുപാട് ഇഷ്ടവും സ്നേഹവും പ്രണയവും ഒക്കെ ആക്കിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിൽ പിന്നെ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഏതൊരു വ്യക്തി, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജി ഉണ്ട്. ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു യാത്രയോ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. ഇതിലൊരു ഹൈറഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതൊരു വീൽ ഓഫ് ഫോർച്യൂണും അതിനകത്തൊരു ഹൈറഫൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നൊരാൾ വരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കുറേ കാലം കൊണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ലക്കാണ്, കാത്തിരിപ്പാണ്. അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്കൊരു ഗുരുവിനെ വേണമെന്നുള്ളതായിരിക്കാം. ആ ഒരു കാര്യം ഈ ഒരു സമയം നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ അത് ആരുടെ ഒരു അഡ്വൈസ് ആയാലും നമ്മൾ അതിലെത്രമാത്രം ശരിയുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രമാത്രം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഗുരുവിനെ ഗുരുവിനെ കണ്ടുപിടിച്ചു, ഓക്കെ, നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് ജീവിതത്തിൽ, അത് ശരിയാണ്. പക്ഷേ നമുക്ക് എത്രത്തോളമാണ് അത് മാച്ച് ആകുന്നത് എന്ന് നോക്കുക. നമുക്ക് ഈ ഗുരു പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അത് അക്സെപ്റ്റബിൾ ആണോ എന്ന് ആദ്യം ചിന്തിക്കുക. എന്നിട്ട് മാത്രം പിന്നെ നമ്മളുടെ ഉള്ളിലെ ഗുരുവിനെ കാണാതെ പോകരുത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള ആ ഗുരുവിൻ്റെ ഗൈഡൻസ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു മജീഷ്യനും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാജിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട്, അത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതിനുള്ള ഫലം കിട്ടും എന്നുള്ളതാണ് കണ്ടിട്ട്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ മാജിക് കൊണ്ടുവരാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അത് നമ്മൾ ശ്രമിക്കാൻ നമുക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടെ വേണം. ഇപ്പം നമുക്ക് സമയമൊന്നും ശരിയല്ലാതിരിക്കുമ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കാനേ തോന്നുള്ളൂ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലെ ആ മാജിക്കിനെ കണ്ടുപിടിക്കാൻ ഈ ഒരു ഗുരു സഹായിച്ചേക്കാം. നമുക്ക് എല്ലാവർക്കും മാജിക് ഉണ്ട് ഉള്ളിൽ, നമുക്ക് മാനിഫെസ്റ്റേഷൻസിൻ്റെ പവറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതുവരെ അതുകൊണ്ട് പൂർത്തിയാക്കാതിരിക്കുന്ന ആൾക്കാർ ഈ ഒരു സമയം ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഒരു ലക്കും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം അത് നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ ശ്രമിക്കുക. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നു. ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ്. നിങ്ങളുടെ കുണ്ടലിനി റൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. മാത്രമല്ല നിങ്ങളൊരു യാത്ര പോകുന്ന എനർജിയാണ് അത്. ചില ആൾക്കാർ ചിലപ്പം വേറൊരു രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം. ചില ആൾക്കാർ നിങ്ങളുടെ കുണ്ടലിനി റൈസ് ചെയ്യുന്നതും ഒരു യാത്രയാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ കുണ്ടലിനി ശക്തി അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരിക്കാം. പല ആൾക്കാർക്ക് ഇത് പല സ്റ്റേജിലാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ അത് ഫുൾഫിൽ ആയിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്ത് അത് നല്ല പ്രാർത്ഥനകളും മെഡിറ്റേഷനും നമ്മൾ നല്ല പ്രവർത്തികളും ചെയ്ത് കഴിയുമ്പോൾ വിശ്വാസത്തോടുകൂടി ഇരുന്നാൽ തീർച്ചയായിട്ടും ആ കുണ്ടലിനി റൈസ് സംഭവിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ പല ആൾക്കാർക്കും ഇത് പല സ്ഥലങ്ങളിൽ, ചില ആൾക്കാർക്ക് ഇത് ഹാർട്ട് ചക്രയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഹാർട്ട് ചക്രയിൽ നിൽക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആൾക്കാർക്ക് അവർ കുണ്ടലിനി റൈസ് ചെയ്ത് വന്ന് ആ ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ പിന്നെ അത് ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ ശ്രമിക്കുക. ചക്ര ഹീലിംഗ് നിങ്ങൾ ചെയ്യണം. യൂട്യൂബിൽ ഇഷ്ടം പോലെ ചക്ര ഹീലിംഗ് ഉണ്ട്. നിങ്ങളത് എല്ലാ ദിവസവും ആദ്യം ഒരു 21 days നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചക്രാസിലെ ബ്ലോക്കേജസ് ഒക്കെ എല്ലാം മാറും. പിന്നെ
ചില ആൾക്കാർക്ക് ഇത് യാത്രകളിൽ തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ, യാത്ര ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സാകാനോ ഒരു എക്സാം എഴുതിയിരുന്നത് പാസ്സാകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ വിസയുടെ പ്രോസസ്സിന് എന്തെങ്കിലും ബ്ലോക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ മാറി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ട്രാവലിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. 10 of Wands-ന്റെ എനർജിയാണ്. ഒത്തിരി ഭാരം ചുമക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങളുടെ കർമ്മയും നിങ്ങൾ മറ്റുള്ളവരുടെ കർമ്മയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ ദിവസം കുറേയധികം ജോലിഭാരമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ആകുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കുറേ സ്ട്രഗിൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പെട്ടെന്നൊന്നും ആ കർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റൂല. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പം ഈ ഒരു സ്ട്രഗിളിലായിരുന്നിരിക്കാം. അത് എൻ്റെ ആകുന്നു എന്നാണ് ഈ 10 of Wands പറയുന്നത്. നിങ്ങൾ കുറേ കർമാസൊക്കെ നിങ്ങൾ നല്ല പ്രവൃത്തി കൊണ്ടും നല്ല ചിന്തകൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ നിങ്ങളത് എൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്ന ഒരു പുതിയ കാര്യം, ഒരു നല്ല ഇത് വേൾഡാണ് വന്നിട്ടുള്ളത്. ഇപ്പം പൂർണ്ണമായിട്ടും അത് എൻഡായി നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഹീലിംഗ് എനർജിയാണ്. ആൾറെഡി നിങ്ങളിപ്പോൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ഒരു ഹീലറാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നി ചിലപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഗിവിങ് നേച്ചറുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. എത്ര കൊടുത്താലും മതിയാവാത്ത ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളെല്ലാം അവർക്ക് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. സ്നേഹമായാലും എന്തായാലും. പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടി നിങ്ങൾ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മൾക്കും കൂടി ഒരു സ്നേഹവും ഒക്കെ ഒരു കെയറിങ് ഒക്കെ നമുക്ക് കൊടുക്കണം. നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളെ കെയർ ചെയ്യാൻ മറന്നു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു സമയം മുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നമ്മളെ കെയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇതിനകത്ത് ഹീലറാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഹീലർ ആയിരിക്കുന്ന ആൾക്കാർ അവർക്കൊരു പ്രാക്ടീസസ് ഒക്കെ നിർത്തിയ ആൾക്കാർ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് നല്ലതാണത്. നോക്കാം. റോസ്റ്ററാണ്. an arrogant boastful person you should not cross ആണ് വന്നിട്ടുള്ളത്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അത് ഹസ്ബൻഡാകാം, അല്ലെങ്കിൽ വൈഫാകാം, കുട്ടികളാകാം, മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം. അപ്പം നിങ്ങളവരെ മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാകാം, മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് നടക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അത് പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ടത് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഫൊർഗീവ് ചെയ്ത് നിങ്ങൾ വെറുതെ വിടണം എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റൂല. ഈ ജന്മത്തിൽ അവരെ മാറ്റാൻ ശ്രമിക്കുന്ന സമയം നമ്മളുടെ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സമയം നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. ഇത് നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു വ്യക്തി നന്നാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവരെ നന്നാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ നന്മകളൊന്നും കാണാത്ത നിങ്ങൾക്ക് ഒരു മൂല്യവും തരാത്ത ഒരാളായിരിക്കാം. അത് ചിലപ്പോൾ ഒരു കാർമികമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി വേണമെന്ന് നിങ്ങളൊരു സോൾ കോൺട്രാക്ട് എഴുതിയിട്ട് വന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉള്ളത്, സ്റ്റിൽ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അത് നിങ്ങളവരെ ബ്ലെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അവർക്ക് ഒരു നല്ല ബുദ്ധി തോന്നണമെന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവരെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നടക്കാനുള്ളൊരു സാധ്യതയില്ല. ഗോങ്ങാണ്. എക്സൈറ്റിംഗ് ഇവൻ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ശരിക്കും നിങ്ങൾക്ക് സന്തോഷമുള്ള നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയുമായിരിക്കാം. നിങ്ങളെ ഒരുപാട് എക്സൈറ്റഡ് ആക്കുന്ന, ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ബേർഡ് ഫ്ലൈയിങ് ആണ്. ന്യൂസ് ഈസ് ഓൺ ദ വേ ആണ്. എന്തോ ഒരു ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചൊരു കാര്യമായിരിക്കാം.
നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തോ ഒരു അനൗൺസ്മെൻ്റ് ആണത്, എന്തോ ഒരു ന്യൂസ്, ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ ഒക്കെ ആയിരിക്കാം. നിങ്ങളെ ഒരുപാട് കാലം കൊണ്ട് വിളിക്കാതെ ഇരുന്ന ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിരിക്കാം. ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരുന്നതെന്നാണ് കാണുന്നത്. ഒരു പ്രതീക്ഷിച്ച, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.